മോർണിംഗ്. അപ്പോൾ നമ്മളുള്ളത് വോക്കാന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ജസ്റ്റ് ഉറങ്ങിയിട്ടുള്ളൂ. ഇതായിരുന്നു നമ്മൾ ഇന്നലത്തെ കിടന്നുറങ്ങിയ സ്ഥലം കേട്ടോ. മെയിൻ റോഡ് സൈഡ് തന്നെയാണ്. വോക്കയിലാണ് ഇന്നലെ കിടന്നുറങ്ങിയത്. ജസ്റ്റ് ഇന്നലെ രാത്രിയാണ് എത്തിയത്. അപ്പോൾ ജസ്റ്റ് കിടന്നുറങ്ങി. ഇനിയിപ്പോൾ പയ്യെ നീങ്ങണം കേട്ടോ. ഇവിടെ ഒരു റിവറും അതേപോലെ ഒരു ഹൈഡ്രോ പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അത് കണ്ടിട്ട് നമുക്ക് അടുത്ത സ്ഥലം പിടിക്കാം. അല്ല കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ കുറേ ചെറിയ ചെറിയ വില്ലേജസ് ആണ്. വില്ലേജസ് പിന്നെ എല്ലായിടത്തും സെയിം തന്നെയാണ്. അപ്പോൾ നമ്മള് വോക്കയിലെ ഫസ്റ്റ് ദിവസം കേട്ടോ. ഒരു ദിവസം ഉണ്ടാവല്ലോ ഇവിടെ അധികം കാണാനൊന്നുമില്ല. ജസ്റ്റ് ഒരു ചെറിയൊരു വില്ലേജും സെറ്റപ്പൊക്കെയാണ്. അപ്പം വോക്കയില് രാവിലെ എണീറ്റ് പല്ലെല്ലാം വെച്ച് നല്ല ഇറങ്ങാനുള്ള പരിപാടി കേട്ടാ. എണ്ണ അടിക്കണം. 2 എണ്ണേ ഉള്ളൂ. അടുത്ത പെട്രോൾ പമ്പ് ചവിട്ടാം. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഹൈഡ്രോ പ്രോജക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു നല്ലൊരു റിവർ ഉണ്ട് കാണാൻ. പോയി നോക്കട്ടെ എത്രത്തോളം ഇപ്പം ഭംഗിയുണ്ടോയെന്ന് അറിയില്ല. ഫോട്ടോ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഉള്ളത് ഒരു വില്ലേജാണ്, ഫിറോ വില്ലേജ്. പക്ഷെ അത് കുറേ ഉള്ളിലേക്കാട്ടോ. നമ്മൾ ഫുള്ള് ഡൈവേർട്ട് ചെയ്ത് പോകേണ്ടി വരും. ഞാൻ അങ്ങോട്ട് പോണ വേണ്ടി നോക്കട്ടെ. വേറെ വല്ല ഷോർട്ട് കട്ടും കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോവാം. ഇല്ലെങ്കിൽ ആ റിവർ കണ്ടിട്ട് നമുക്ക് അടുത്ത സ്പോട്ട് പിടിക്കാട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ടൗൺ ഏരിയ കൂടി ജസ്റ്റ് ഒന്ന് ഇപ്പോൾ അങ്ങനെ ക്രോസ് ചെയ്ത് പോവും. എന്തായാലും നോക്കാം നമുക്ക്. ഇന്നലെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ കല്യാണം കണ്ടാകുമ്പോൾ കുറേ കുട്ടികളൊക്കെ കാണുന്നുണ്ട്. സ്കൂളാന്ന് തോന്നുന്നു കേട്ടോ. സ്കൂളോ പള്ളിയാണ് കേട്ടോ. ഇവിടുത്തെ ഒരുവിധം എല്ലാ വില്ലേജസും ഏകദേശം കാണാനും സെയിം കേട്ടോ. ഒരുപാട് ജിപ്സി കാണാൻ പറ്റും. ഈ നോർത്ത് ഈസ്റ്റിലാണ് ഏറ്റവും കൂടുതൽ ജിപ്സീസ് ഉള്ളത് കേട്ടോ. ജിപ്സി അതുപോലെ സുമോനെ കൊണ്ട് ഏറ് കളിയാ. ഇതാ കിടക്കുന്നൊരു ജിപ്സി. എത്ര ജിപ്സിയാണെന്നറിയോ? ഇതാ കിടക്കുന്ന ലെഫ്റ്റ് സൈഡിൽ അടുത്തത്. പക്ഷെ എല്ലാം അത്യാവശ്യം നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടികളാണ്. കാണാൻ നല്ല ഭംഗിയാണ്. ഞായറാഴ്ച ആണെന്ന് അറിയില്ല, ആരെയും കാണുന്നില്ല കേട്ടോ. ഫുള്ള് അടച്ചു പൊട്ടി. നല്ലൊരു പള്ളിയുണ്ട്. ഗ്രാമങ്ങളൊക്കെ കാണാൻ ഒരു ഭംഗിയുണ്ട്. നല്ല രസമാണ് കാണാൻ. ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. Turn left to stay on National Highway 2. അങ്ങനെ നമ്മളിതാ കറക്റ്റ് വോക്ക മാർക്കറ്റിന്റെ സെന്ററിലുള്ള കേട്ടോ. ഇവിടെ നല്ല ടവർ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടുന്ന് റൈറ്റാണ് പോകേണ്ടത്. റൈറ്റ് പോയിട്ട് നേരെ അങ്ങോട്ട് പോകണം കേട്ടോ. എന്തായാലും പോയി നോക്കാം. ഇവിടുത്തെ ഒരു ഫേമസ് സ്പോട്ട് നമ്മളുടെ എങ്ങനെ വന്ന കേട്ടോ. വലിയ കാര്യമായിട്ട് പറയാനൊന്നുമില്ല. റൂട്ടെല്ലാം കാണാൻ മനോഹരം. പക്ഷേ നമ്മളെ നാട് പോലെ തന്നെ കേട്ടോ. വലിയ മാറ്റമൊന്നുമില്ല. ഈ നാഗാലാൻഡ് കേരളം തമ്മിൽ കുറേ സാമ്യതയുണ്ട് കാണാനുള്ള കാഴ്ചകൾ കേട്ടോ. ഇത് നമ്മൾ മറ്റേ ഒരു പാലക്കയം നട്ടെല്ലാം പോകുന്ന ആ ഒരു ഫീല് മാത്രമേ ഉള്ളൂ. വലിയ കാര്യമായൊന്നും തോന്നിയില്ല. കൈയെല്ലാം കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. നമ്മൾ ആ റിവറിലേക്കാണ് പോകുന്നത്. ആ കാണുന്ന റിവർ കേട്ടോ. അങ്ങോട്ട് നമ്മൾ പോകുന്നത്. ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. വലിയ സംഭവമായിട്ടൊന്നും തോന്നില്ല. പക്ഷേ ഒരു നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. അത്രയേ ഉള്ളൂ. ഇവിടേക്ക് ആരും വേസ്റ്റെല്ലാം കൊണ്ടിട്ട് മണക്കുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്കെന്തായാലും മുന്നോട്ട് നീങ്ങാം. വണ്ടി അവിടെ ഉണ്ട്. കുറച്ച് ചെളിയൊക്കെ പിടിച്ച് ഇരിക്കട്ടെ. എന്തിനോ കൊന്ന് തിന്നിട്ട് ഇവിടെ വേസ്റ്റ് കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. ഒരുമാതിരി മരപ്പട്ടിയിലും ചത്ത പോലെ ഭയങ്കര സ്മെല്ല്. എന്താ ചെയ്യാനാ? ഏതോ ഒരു വില്ലേജിന്റെ ബോർഡ് കണ്ടട്ടോ. അത് ജസ്റ്റ് അങ്ങോട്ടൊക്കെ കയറി നോക്കാം. നല്ല രസമുണ്ട്. ഹോൺബില്ലിന്റെ നല്ല 2 സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വെൽക്കം ടു റോൺ വില്ലേജ്. റോൺ അമ്മേ, ഇവിടുത്തെ പേരുകളൊക്കെ ഒന്നൊന്നര പേരാട്ടാ. എന്തായാലും നമുക്ക് മറ്റേ ഹൈഡ്രോ പ്രൊജക്റ്റ് ഇങ്ങോട്ടാട്ടാ. പിന്നെ നമ്മൾ വെറുതെ ഒന്ന് കയറി നോക്കാമെന്ന് മാത്രം. റോഡൊന്നും ഇല്ല. അവിടെ എന്താ JCB പണിയെടുക്കുന്നത്. എനിക്കൊന്ന് പുതിയ റോഡ് ഉണ്ടാക്കുന്നയാ. അധികം വണ്ടി പോകില്ലാന്ന് തോന്നട്ടാ. കൊള്ളാം. അങ്ങനെ ഇതാ നമ്മൾ ദോയാങ് എന്ന് പറഞ്ഞ ആ ഒരു ഗ്രാമത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഹൈഡ്രോ പ്രൊജക്റ്റുള്ള ആ ഒരു ഡാമിൻ്റെ അങ്ങോട്ടുള്ള റോഡാണ്. ഫുള്ള് ലോക്കൽ റോഡും കാര്യമൊക്കെയാണ്. ഏതോ കാട്ടിക്കൂടയിൽ ഇങ്ങനെ കയറി പോകണ്ട കേട്ടോ. ഇനി ഗൂഗിൾ മാപ്പ് ചതിക്കുമെന്നൊന്നും അറിയില്ല. എന്തായാലും പോയി നോക്കാം. പോയി നോക്കിയിട്ട് അതേപോലെ ഇട്ടുകയാണെങ്കിൽ പോവാം. എനിക്കൊന്ന് വോക്കലിൽ കാര്യമായിട്ട് കാണാമെന്നില്ല. ഇത് വെറുതെ വേസ്റ്റായെന്ന് എനിക്ക് തോന്നുന്നത്. വെറുതെ 2-3 മണിക്കൂർ വണ്ടി ഓടിച്ചു എന്ന് എനിക്ക് തോന്നല്. കാരണം വലിയൊരു സംഭവമായിട്ട് തോന്നുന്നില്ല അവിടെ ഒന്നും. പിന്നെ എങ്ങനെയാണ് യാത്രയല്ലോ. നമുക്ക് എല്ലാ സ്ഥലവും നല്ലതായിട്ട് കിട്ടണമെന്നൊന്നുമില്ല. ചിലതിങ്ങനെ മൂഞ്ചിപ്പോവും. അതൊക്കെ എങ്ങനെ അതിൽ കാര്യമൊന്നുമില്ല.
എന്തായാലും വണ്ടിയിൽ എണ്ണയുണ്ട്, അതുകൊണ്ട് നമുക്ക് സുഖമായി തിരിച്ചു പോവാം. പിന്നെ നമുക്ക് വെറുതെ ഒരു ദിവസം വീക്കെൻഡല്ലേ, വീക്കെൻഡിൽ ഒരു ദിവസം പാഴായി കഴിഞ്ഞാൽ ഭയങ്കര കുറ്റബോധമായിരിക്കും. എടാ വെറുതെ പോയല്ലോ എന്ന് വിചാരിക്കും, അത്രയേ ഉള്ളൂ. നല്ലൊരു സ്ഥലം കിട്ടിയാൽ മതി, എന്നാൽ പിന്നെ സന്തോഷമായി, പിന്നെ ഒന്നും ചിന്തിക്കണം. നമ്മൾ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ഏതോ ഒരു ജംഗ്ഷനിലെ വണ്ടി സൈഡൊക്കെ ഇരിക്കട്ടോ. നല്ല മരം കിട്ടി, കുറച്ച് നേരം വെയിറ്റ് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചു. ഇതാണ് ആ ഡാമിൻ്റെ സൈഡിലെ കാഴ്ച കേട്ടോ. ഇത് ഫുള്ള് കരിങ്കല കൊണ്ട് കെട്ടിയിട്ട് കാണാൻ പറ്റും. നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല കേട്ടോ. അവിടെ കുറച്ച് ആർമി ഓഫീസേഴ്സ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു BSFൻ്റെ പോലത്തെ ആരോ ഉണ്ട്. അങ്ങോട്ട് നമ്മളെ കയറ്റി വിടുന്നില്ല. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ നല്ലൊരു ബ്രിഡ്ജ് കിട്ടി കേട്ടോ. ഈ ഒരു വെള്ളമാണ് നേരെ നമ്മൾ അങ്ങോട്ട് പോകുന്നത്. നല്ല അടിപൊളി ഒരു ബ്രിഡ്ജായിരുന്നു, അത് തന്നെ കിട്ടിയ സന്തോഷം. ഈ വോക്ക സൈഡിൽ ആകെ കാണാനുള്ളൊരു മെയിനായിട്ടുള്ള സ്പോട്ട് ഇതാണെന്നാണ് എല്ലാവരും നാട്ടുകാർ പറഞ്ഞേട്ടാ. എന്തായാലും കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട്, അത് കൊള്ളാം. അപ്പോൾ ഫസ്റ്റ് സ്പോട്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത സ്പോട്ട് പിടിക്കാം. ഒടുക്കത്തെ ചൂടാട്ടാ, രക്ഷയില്ല. അപ്പോൾ എന്തായാലും അടുത്ത സ്പോട്ട് പിടിക്കാം. അടുത്ത ഗ്രാമത്തിലേക്കാണ്. ചൂട് രക്ഷയില്ല. ഗൂഗിൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെയാണ് നമ്മുടെ ലാൻഡ്സ്കേപ്പ് കിട്ടുക കേട്ടോ. ഇതൊരു ഡ്രോണൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മേളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും കാണാൻ. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അല്ലാതെ ഏരിയൽ വ്യൂ അല്ലാതെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അതിനിടയ്ക്ക് 2 പിള്ളന്മാർ വന്ന് വണ്ടിൻ്റെ ഫോട്ടോ എടുത്തിട്ടോ. അവർക്ക് വണ്ടി ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകാട്ടോ. മോക്കച്ചങ് എന്ന് പറഞ്ഞ അടുത്ത സ്പോട്ടിലേക്കാണ് നമ്മുടെ യാത്ര. നമ്മൾ വോക്കയിലുള്ളത്. പിന്നെ ഇവിടുന്ന് ലെഫ്റ്റ് അടിച്ചിട്ട് നേരെ പോകണം കേട്ടോ. കുറച്ചെല്ലാം വഴി നല്ലതാണെങ്കിൽ ഇതാ ഒടുവിൽ നമുക്ക് ഇത്രയും നാൾ നമ്മൾ നോർത്ത് ഈസ്റ്റിൽ കണ്ട പോലത്തെ വഴികളൊക്കെ തന്നെയാണ് കേട്ടോ. ഇവിടെയൊക്കെ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്. നല്ലൊരു സ്ഥലം കിട്ടി. കുളി കഴിഞ്ഞു, അലക്ക് കഴിഞ്ഞു, എല്ലാ പരിപാടിയും കഴിഞ്ഞു, ഫുഡ് ഉണ്ടാക്കി വെച്ചു, എല്ലാം ആക്കി കേട്ടോ. നമ്മളിങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ മൊക്കച്ചുക്ക അങ്ങനെ എന്തോ ഒരു സ്ഥലമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കാം, അവിടെ എത്തുമ്പോൾ കുറച്ച് ലേറ്റ് ആവും. റോഡ് കണ്ടീഷൻ വളരെ മോശം. അങ്ങനെ ഒടുവിൽ നമ്മൾ മൊക്കച്ചങ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തെത്തി കേട്ടോ. ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. നാളെ ഈ ഒരു ഏരിയ ഒക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് അടുത്ത സ്ഥലം പിടിക്കാം കേട്ടോ. ലോങ് സൈഡൊക്കെ പോകാണ്ട്. പിന്നെ ഒന്നെങ്കിൽ ഇവിടുന്ന് ആസാം പിടിച്ചിട്ട് കസിരംഗ പോലെയുള്ള സ്ഥലങ്ങളൊക്കെ തീർത്തിട്ട് വരും, ഇല്ലെങ്കിൽ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം അത്രേ ഉള്ളൂ കേട്ടോ. ഇന്ന് കാര്യമായിട്ടൊന്നും കാണാനൊന്നും പറ്റിയില്ല. രാവിലെ മേലെ ഫുള്ള് മൂഞ്ചലായിരുന്നു ആടിയുടെ പോയിട്ട്. എന്തായാലും നാളെ ഇവിടെ നോക്കാം. ഇവിടെ ഒരു സെമിട്രീൻ്റെ തൊട്ടടുത്താണ് സൈഡാക്കിയിട്ടുള്ളത്. ഇവിടെ കുറേ സെമിട്രി നിറച്ചും ഇത് കണ്ടു കേട്ടോ. ശവടക്കേൻ്റെ സാധനം കണ്ടിട്ടുണ്ട്. രാവിലെ പോയി കാണാൻ വെച്ചിട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ എന്തായാലും അത്രയൊക്കെ ഉള്ളൂ. ബാക്കി നാളെ കാണാം കേട്ടോ. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.